ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തമുഖത്ത് ഇന്ത്യൻ സേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയിലി പാലത്തെക്കുറിച്ചാണ്. മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടി യോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുന്നതുമായ താൽക്കാലിക പാലങ്ങളെയാണ് ബെയിലി പാലം എന്ന് പറയുന്നത്. ബെയിലി പാലത്തിന് ഈ പേര് കിട്ടാൻ ഉള്ള പ്രധാന കാരണം സർ ഡൊണാൾഡ് ബെയ്ലിയാണ് ഈ ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് സർക്കാരാണ് ഇത് ആവിഷ്കരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിൽ എഞ്ചിനീയറായി സേവനം അനുഷ്ഠിച്ചിരുന്ന സർ ഡൊണാൾഡ് ബെയ്ലിയാണ് ഈ ആശയം ബ്രിട്ടീഷ് സർക്കാരിൽ അവതരിപ്പിച്ചത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉരുക്കും തടിയുമാണ്. അടിയന്തര ഘട്ടങ്ങളിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിന് 40 ടൺ മുതൽ 70 ടൺ വരെ ഭാരം താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന താൽക്കാലിക പാലങ്ങളാണ് ബെയിലി പാലം. കേരളത്തിൽ 1996 ജൂലൈയിൽ റാന്നി പാലം തകർന്നപ്പോൾ അന്ന് അതിന് പകരമായി താൽക്കാലികമായി ബെയിലി പാലം നിർമ്മിച്ചത് കരസേനയായിരുന്നു. അതിനുശേഷം 2011 ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ നിലവിലുള്ള ബെയിലി പാലം നിർമ്മിച്ചതും ഇന്ത്യൻ കരസേനയിലെ മദ്രാസ് എഞ്ചിനീയേഴ്സ് ഗ്രൂപ്പാണ്. അന്നത് 90 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മിച്ചത്. 2017 ഏനാത്ത് പാലം തകരാറിലായ സമയത്ത് അതിന് പകരമായി അന്നും ബെയിലി പാലം കരസേന നിർമ്മിക്കുകയുണ്ടായി.